ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 10ാമത്തെ ഡ്രസ്സാണല്ലേ കട്ടിങ് ചെയ്തൊക്കെ വെച്ചത്. അതായത് ഒരു ക്രോപ്പ് ടോപ്പും പലാസോ പാൻറ്റും. അതിൽ ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ്ങാണ് കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഞാൻ നെക്ക് കട്ട് ചെയ്തില്ല, ബാക്കി എല്ലാ ഭാഗവും കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ നെക്ക് കട്ട് ചെയ്തു. ഞാനിപ്പോൾ 2.5 ഇഞ്ച് വിട്ടിലും 5 ഇഞ്ച് ഇറക്കത്തിലും ഫ്രണ്ട് നെക്കും ബാക്ക് നെക്ക് 2.5 ഇഞ്ച് വിട്ടിലും 4 ഇഞ്ച് ഇറക്കത്തിലും കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ ബാക്കിലില്ല ഇത് സിബ് വെച്ചാണ് ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുകയാണെങ്കിൽ ദയവായി എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് ഈ വീഡിയോയിൽ പറയുന്നത് കറക്റ്റായിട്ട് മനസ്സിലാകില്ല, കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം മുതൽ കണ്ടുവരികയാണെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ദയവായി ഇതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് ഈ ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ചിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയും പോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ലൈനിങ് തുണി എടുത്തു. പിന്നെന്താണ് നെക്കിൻ്റെ ഭാഗം അല്ലേ, അതെടുത്ത് എന്ത് ചെയ്തു, ഈ നല്ല ഭാഗം ഇതാണ് നല്ല ഭാഗം, ഇത് ലൈനിങ്ങിൻ്റെ നല്ല ഭാഗം, ഇത് തമ്മിൽ എന്ത് ചെയ്ത് ചേർത്ത് വെച്ചു. നടുക്കൊരു എന്ത് ചെയ്തു, കട്ടിട്ട് കൊടുത്തു. പിന്നെ എത്ര 2.5 ഇഞ്ച് അകലത്തിൽ ഒരു അടയാളം കൊടുത്തിട്ട് എന്ത് ചെയ്തു, ഞാൻ പിൻ കുത്തി ഇത് എന്ത് ചെയ്തു സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഇങ്ങനെ ഈ ഒരു അല്പം 1/4 ഇഞ്ചോ 1/2 ഇഞ്ച് അളവിൽ എന്ത് ചെയ്യണം, നമുക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ശേഷം എന്ത് ചെയ്ത് കട്ട് ചെയ്തിട്ട് സ്മാൾ കട്ടിട്ട് കൊടുത്ത് എന്ത് ചെയ്യണം, തിരിച്ചിടണം. ഇതൊക്കെ ഞാൻ ഒരുപാട് ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇനി വീണ്ടും വീണ്ടും പറഞ്ഞ് എന്ത് ചെയ്താൽ സമയം നമുക്ക് വെറുതെ കളയണ്ടല്ലോ. ഒരുപാട് ലെങ്ത് കൂട്ടിയാലൊന്നും ആരും കാണത്തില്ല. അതുകൊണ്ട് അപ്പോൾ ഞാൻ അധികം പറയാതെ തന്നെ എന്താണ് നമുക്കിത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഇത് മനസ്സിലാവില്ല. അപ്പോൾ ദയവായി ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇതിനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്ത് എന്ത് ചെയ്ത് മറിച്ചിടാം. അതുപോലെ തന്നെ ഞാൻ ഈ രണ്ടാമത് ബാക്ക് പാർട്ടും എന്ത് ചെയ്യും അതുപോലെ തന്നെ ലൈനിങ്ങുമായി ചേർത്ത് വെച്ചു. ഇവിടെ എന്തോന്ന് വെച്ചാൽ ഈ ലൈനിങ്ങിന് ഈ നെക്കിൻ്റെ ഭാഗം മാത്രമേ എന്ത് ചെയ്യും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിടുന്നുള്ളൂ. ഇവിടെ നമുക്ക് എന്താണ് സിബൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തത് ഇതും അതുപോലെ തന്നെ എന്താണ് ലൈനിങ് പാർട്ടുമായിട്ട് വെച്ചു. അപ്പോൾ ഇതെല്ലാം ഈ നെക്ക് സ്റ്റിച്ച് ചെയ്ത് എന്ത് ചെയ്യണം, മറിച്ചിട്ടിട്ട് എടുക്കുന്നതാണ് ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പം ഞാൻ അത് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ കഴിയുവാണെങ്കിൽ നിങ്ങളും കുഞ്ഞുമക്കൾക്കൊക്കെ എന്താണ് ഇതുപോലെ തുണികൾ വാങ്ങിച്ച് എന്താ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് അവർക്ക് വീട്ടിലൊക്കെ നല്ല സൂപ്പറായിട്ട് നിന്നൂടെ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഈ ഫ്രണ്ട് ഭാഗം ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്തെടുത്തു. നെക്കൊക്കെ തിരിച്ചിട്ട് കറക്റ്റ് ചെയ്ത് അടിയൊക്കെ അടിച്ചെടുത്തു കേട്ടോ. ഇനി എന്ത് ചെയ്യണം, ഈ ഭാഗം ഫുള്ളും ഞാൻ എന്ത് ചെയ്യും സ്റ്റിച്ച് ചെയ്ത് ഇതുമായിട്ട് ജോയിൻ ചെയ്ത് എടുത്തു. അത്ര മനസ്സിലായി കാണുമല്ലോ. ഇനി എപ്പോഴും അധികം നമ്മളിങ്ങനെ അതിനെപ്പറ്റി പറയണ്ടല്ലോ. അതുപോലെ ബാക്ക് പാർട്ട് എന്ത് ചെയ്തു, നെക്കിൻ്റെ ഭാഗം എന്ത് ചെയ്തു സ്റ്റിച്ച് ചെയ്ത് എന്ത് ചെയ്തു തിരിച്ചിട്ടു. ഇവിടെ ഞാൻ എന്ത് ചെയ്തില്ല, ചേർത്തടിച്ചില്ല. കാരണം എന്താണ്, എനിക്ക് ഇവിടെ നമുക്കിത് ചെയ്യണ്ടേ ഇങ്ങനെ ഷോൾഡർ കാണാതെ വിധം ജോയിൻ ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 2 ഭാഗവും ഞാൻ എന്ത് ചെയ്തു നെക്ക് അടിച്ച് മറിച്ചെടുത്തു. പിന്നെ ഇവിടെ സ്റ്റിച്ചൊന്നും ചെയ്തിട്ടില്ല. അത് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുത്ത ശേഷം തയ്യൽ തുമ്പ് കാണാത്ത വിധം ജോയിൻ ചെയ്തെടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫുള്ള് അടിക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കിൽ എന്ത് ചെയ്യാം, സിബ് വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഫ്രണ്ട് ഭാഗം എടുത്തു ഇങ്ങനെ ഇട്ടു. ഇത് നല്ല വശം അവിടേക്ക് ആദ്യം എന്ത് ചെയ്ത് ബാക്ക് പാർട്ടിൻ്റെ നെക്കിൻ്റെ ഭാഗം കണ്ടോ, ഈ ഷോൾഡറിൻ്റെ മുകളിലും ഈ ഭാഗം എവിടെയാണ് ഈ ഷോൾഡറിൻ്റെ മുകളിലേക്കും എടുത്തു വെച്ചു. അപ്പോൾ ഇവിടെ ഒരു കുറച്ച് ഭാഗം എന്താ ഇങ്ങനെ തള്ളി നിൽക്കുന്നത്, ഇവിടെ 1 ഇഞ്ച് നമുക്ക് എന്ത് ചെയ്യണം അധികം ഇട്ടു അല്ലേ, ഞാൻ എന്താണ് നമുക്ക് സിബ് വയ്ക്കണം. അപ്പോൾ ആ ഒരു അതിങ്ങനെ കറക്റ്റ് വന്ന് കണ്ടോ, അതോടെ എത്ര അകലത്തിലാണ് നമുക്ക് ഇത് വേണ്ടത് സിബിൻ്റെ ഇറക്കം നോക്കിയിട്ട് അത് ചെയ്യുമ്പോൾ ഇവിടെ അങ്ങ് കറക്റ്റ് അങ്ങ് മടങ്ങും കണ്ടല്ലോ. അപ്പോൾ അത് കറക്റ്റായിട്ട് വരും. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം എന്താ ഈ ഫ്രണ്ട് പാർട്ട് എടുത്തു, ബാക്ക് പാർട്ട് അതിൻ്റെ മുകളിലേക്ക് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചു. അതിനുശേഷം എന്താണ് ഈ ഭാഗം അല്ലേ, അറിയാമല്ലോ, ഇതിങ്ങനെ വെച്ചു. എന്നിട്ട് ഇങ്ങനെ ചേർത്ത് ബാക്കിലേക്ക് എടുത്ത ശേഷം എന്ത് ചെയ്താൽ മതി, ഇവിടെ കൂടി ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ അടിച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മറിച്ചെടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പം നമുക്കത് ചെയ്തെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഈ ഫ്രണ്ട് യോക്കിൻ്റെ ഭാഗം കണ്ടോ, ഞാൻ എൻ്റെ കറക്റ്റായിട്ട് ഫ്രണ്ടും ബാക്കും എല്ലാം യോജിപ്പിച്ച്
ഉണ്ടല്ലോ. ഇനി എന്താണ് ഇവിടെ ഒരു ഭാഗം ഇങ്ങനെ കൂടുതലായിട്ട് നിൽക്കുക. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് സിബിൻ്റെ ഭാഗം അല്ലേ. അപ്പം ഞാൻ അതിന് 1 ഇഞ്ച് അകലത്തിലല്ലേ നമ്മൾ സ്ഥലം വിട്ടത്. ആ 1 ഇഞ്ച് അളവിൽ ഞാൻ എന്ത് ചെയ്തു, 2 ലൈൻ 2 വശത്തും വരച്ചു. എന്നിട്ട് എനിക്ക് എത്ര അകലമാണ് ഇവിടെ സിബ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അതുവരെ വെച്ച് എന്ത് ചെയ്തു, ഒരു ലൈനും കൊടുത്തു. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഈ 1 ഇഞ്ച് ഭാഗം ഉണ്ടല്ലോ, ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യണം, 1 ഇഞ്ച് അകലം ഇങ്ങനെ മടക്കണം. എന്നിട്ട് ഈ ലാസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് കറക്റ്റ് പിടിച്ച് ഇതുവരെ കണ്ടോ, ഈ 2 ഭാഗം കൂടി ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ട്, ഈ 2 ഭാഗം ഇല്ലേ ചേർത്ത് പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇതുവരെ അടിച്ച് കെട്ടിട്ടടിച്ച് തിരിച്ചു കൊണ്ടുപോകണം. ഇങ്ങനെ നല്ലപോലെ അടിച്ച് റെഡിയാക്കണം. അതിന് ശേഷം ഇത് ഞാൻ വേറൊരു രീതിയിലാണ് ഞാൻ പറഞ്ഞില്ലേ, സിബ് ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് എളുപ്പത്തിൽ. എന്നിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും കണ്ടോ, ഇങ്ങനെ കിട്ടില്ലേ. അപ്പോൾ നമ്മൾ എന്തിനാ ഈ ഭാഗം അകത്തേക്കൊന്ന് മടക്കണം. മടക്കി വെച്ച് ഈ 2 ഭാഗവും ഇങ്ങനെ മടക്കി വെക്കണം കണ്ടോ. ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, സിബ് എടുത്തിട്ട് ഈ ഭാഗം ഇതിനകത്തേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് നമുക്ക് ഏത് വരെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെച്ച് എന്ത് ചെയ്യണം, നമ്മൾ അടിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് അടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിലെ കൂടെ ചേർത്തടിച്ച് ഈ ഭാഗം ഇതിനകത്തേക്കൂടെ കയറ്റുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റ് അളവിൽ എന്ത് ചെയ്യാം, ഈ സിബ് ഇവിടെ ഫിറ്റ് ചെയ്യാം. അപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഈ ബാക്ക് പാർട്ട് എടുത്തിട്ട് എന്ത് ചെയ്തു, ഇവിടെ മുതൽ ഇതുവരെ ഞാൻ എന്ത് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും കണ്ടോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ, ആ അളവ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കറക്റ്റ് നല്ല കൈ കൊണ്ടിങ്ങനെ തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം നമ്മൾ എന്തിനും ഇവിടെ ഒരല്പം മടക്കി എന്ത് ചെയ്യണം, ഈ ഭാഗം നമ്മൾ ഇതുവരെ അടിക്കണം. അതുപോലെ ഈ ഭാഗവും എന്ത് ചെയ്യണം, ഇങ്ങനെ മടക്കി വെച്ച ശേഷം നമുക്കിങ്ങനെ അടിച്ചെടുക്കാം. ഇവിടെ നിന്ന് ഇതുവരെ ഇനി അടിച്ചെടുത്തിട്ട് നിങ്ങളെ കാണിക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ സിബ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ ഫൂട്ട് മാറ്റിയിട്ട് 1 സൈഡ് ഫൂട്ടാക്കി മാറ്റി. അതിനുശേഷം ഞാൻ ഈ ബാക്ക് പാർട്ട് അടിച്ചത് മനസ്സിലായി കാണുമല്ലോ. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്തത് കിട്ടി. ഇവിടെ വെച്ചിട്ടാണ് എന്തോന്ന് ജോയിൻ്റ് ആയിട്ടുള്ളത്. ഇനി ഇവിടെ 2 ഹോളുണ്ടല്ലോ കണ്ടോ, ഇവിടെ ഒരു ഹോളുണ്ട്, ഇവിടെ ഒരു ഹോളുണ്ട്. അപ്പോൾ നമ്മൾ ഈ സിബ് എടുത്തിട്ട് ഈ ഭാഗം ഇങ്ങനെയും ഇത് ബാക്കാണ് അല്ലേ, ഇവിടെയാണ് നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ നമ്മളിങ്ങനെ തുറക്കുകയും അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യാറില്ലേ നമ്മളിങ്ങനെ. അപ്പോൾ നമ്മൾ നോക്കണം ഏത് ഭാഗത്തേക്കാണ് അത് വരേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് എന്താണ്, ഈ ഭാഗം അപ്പുറത്ത് വരണം, ഇവിടെയാണ് എന്താ അകത്ത് വരേണ്ടത്. എന്നിട്ട് ഈ ഭാഗം എടുത്തിട്ട് ഇവിടെ 2 ഇതുണ്ടല്ലോ കണ്ടോ, ആ ഭാഗം എടുത്ത് ഈ ഹോളിനകത്തേക്ക് നമ്മൾ കയറ്റുന്നു. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഹോളിലേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കുന്നത് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയതും നീറ്റായിട്ട് കിട്ടുന്നതും ആയിട്ടുള്ള സിബ് സ്റ്റിച്ചിങ് ഇതായിട്ടാണ് തോന്നുന്നത് കണ്ടോ. ഇങ്ങനെ വെക്കുന്നു കണ്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ വശത്ത് കൂടി കണ്ടോ, അരികിൽ കൂടി ഇതിങ്ങനെ മാറിയിരിക്കട്ടെ, ഈ അരികിൽ കൂടി നമ്മൾ അടിച്ചടിച്ചടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം, നമ്മളിവിടെ ഒരു ജോയിൻറ്റിൻ്റെ വര അടിച്ചിട്ടുണ്ടോ, അവിടെ നിന്ന് താഴേക്ക് കുറച്ചെടുത്തിട്ട് വീണ്ടും ഇപ്പുറത്തെ ഇങ്ങനെ അടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ എന്താണ് ഈ ഭാഗത്ത് അടുത്തിന് ഈ ഭാഗം അതുപോലെ വെച്ച് ഈ ബാക്കി വരുന്ന ഈ തള്ളി നിൽക്കുന്ന ഈ ഭാഗം ഈ ഹോളിനകത്തേക്ക് കയറ്റി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ലെവലിൽ സിബും കിട്ടും. എന്ത് ചെയ്തില്ല, ഒരു വൃത്തികേടുമില്ല. ഞാനിനി അത് അടിച്ചിട്ട് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ എനിക്ക് നോക്കാം ഇവിടെ കറക്റ്റായിട്ട് സിബ് കിട്ടി കേട്ടോ, വളരെ നീറ്റായിട്ട് കിട്ടി. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടോ. ഇവിടെ ഉണ്ടെന്ന് പോലും അറിയുന്നില്ല അല്ലേ, ഇൻവിസിബിൾ സിബ് പോലെ കണ്ടോ. ഇതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ ഒരു സിബ് സ്റ്റിച്ചിങ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിനൊക്കെ വളരെ മനോഹരമായ വിധത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിബ് സ്റ്റിച്ച് ചെയ്ത് ഇടാൻ കഴിയും. കണ്ടല്ലോ കണ്ടോ, ഒരു കുഴപ്പമില്ല, നീറ്റ്. ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട എൻ്റെ സിബ് സ്റ്റിച്ചിങ് അല്ലേ. ഇനി നമുക്ക് വേറെ പാടൊന്നുമില്ല, ഇതൊക്കെയായിരുന്നു നമുക്ക് ഏറ്റവും പാട് സിബ് പിടിപ്പിക്കുന്നതൊക്കെ. ഇനി നമുക്ക് എന്താണ് സ്ലീവ് വെച്ച് പിന്നെ ഇത് സ്കേർട്ടിൻ്റെ ഭാഗം ചെയ്ത ശേഷം എന്ത് ചെയ്യാം, നമുക്കിത് ചെയ്യാം. അപ്പോൾ ഞാനത് ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഫ്രണ്ട്സ്. ഇനി നമുക്ക് അടുത്തത് സ്ലീവിൻ്റെത് നോക്കാം. അതിനുവേണ്ടി സ്ലീവ് ഇങ്ങനെ എടുക്കുന്നു,
ഇത് ഇങ്ങനെ ഒന്ന് മടക്കി ഇങ്ങനെ മടക്കി എന്ത് ചെയ്യണം, ഇത് രണ്ട് വശത്തും എന്താണ് ഒരടി അടിച്ച് സ്ലീവിനെ നല്ല രീതിയിൽ സൈഡ് അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇതിൻ്റെ മിഡിലുണ്ടല്ലോ ഷോൾഡറിൻ്റെ ഭാഗം, ആ മിഡിൽ എടുത്തിട്ട് ഈ സ്ലീവിൻ്റെ മിഡിൽ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് അല്ലേ, ഒരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗം ഇങ്ങനെ ചേർത്ത് വെച്ച ശേഷം ഇതിങ്ങനെ ചേർത്ത് അടിച്ചടിച്ചടിച്ച് ഇവിടെ കൊണ്ടുവരിക. ഇതും അതുപോലെ അടിച്ച് ഇതുവരെ കൊണ്ടുവരിക. എന്നിട്ട് ഇങ്ങനെ മറിച്ചിടുക. അപ്പോൾ നമുക്ക് സ്ലീവ് ആയി കഴിഞ്ഞല്ലേ. അതുപോലെ നമുക്ക് ഈ രണ്ട് വശം എന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ സ്ലീവ് എല്ലാം എന്ത് ചെയ്തു, കറക്റ്റായിട്ട് ജോയിൻ ചെയ്തെടുത്തു. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഈ പ്ലീറ്റ് ഇടേണ്ട ഭാഗമുണ്ട്, സ്കേർട്ട് ഭാഗം, അതെടുക്കുക. ആദ്യം ഈ യോക്ക് എടുത്തിട്ട് അതിൻ്റെ മിഡിൽ ഭാഗം നമ്മൾ അടയാളപ്പെടുത്തണം. അതിനുശേഷം സ്കേർട്ടിൻ്റെ ഭാഗം, പ്ലീറ്റ് ഇടുന്ന ഭാഗം എടുത്ത് അതിൻ്റെ മിഡിൽ അടയാളപ്പെടുത്തണം. ഓക്കെ, ഇവിടെയാണ് മിഡില്. എന്നിട്ട് അവ തമ്മിൽ എന്ത് ചെയ്യണം, ചേർത്ത് ഒരു പിൻ കുത്താം. ഇത് സ്ഥിരം ഞാൻ കാണിക്കുന്ന കാര്യങ്ങളാണ്, എന്നാലും ഞാൻ വീണ്ടും പറഞ്ഞു തരുന്നു, ബിഗിനേഴ്സിനൊക്കെ എന്ത് ചെയ്യാം, ഒന്നും കൂടി മനസ്സിലാകാൻ വേണ്ടി. ഓക്കെ, അതിനുശേഷം ഇത് നല്ല വശം, ഇത് നല്ല വശം, നല്ല വശങ്ങൾ ചേർത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പിൻ കുത്താൻ. ശേഷം ഈ അടികൾ, ഈ അറ്റം ഉണ്ടോ, ഇവിടെ എടുത്തിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പിൻ കുത്തുന്നു. എന്നിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, 1 ഇഞ്ച് അകലത്തിൽ എന്ത് ചെയ്യാം, ഒരു ലൈൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇങ്ങോട്ട് പ്ലീറ്റ് ഇട്ടാൽ മതി. അതുപോലെ ഈ ഭാഗം, ഈ അറ്റത്ത് കൊണ്ടുവന്ന് ഇതിൻ്റെ അറ്റം കൊണ്ടുവന്ന് പിൻ കുത്താം. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് 1 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തി വയ്ക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, പ്ലീറ്റ് ഇട്ട് തുടങ്ങണം. അപ്പം ഈ മിഡിൽ വരെ പ്ലീറ്റ് ഇടാൻ ഇത്രയും ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നല്ല പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കണ്ടോ, ഒരു പ്ലീറ്റായി. എന്നിട്ട് നമ്മളൊരു പിൻ കുത്തുന്നു. അടുത്ത് വീണ്ടും അടുത്ത പ്ലീറ്റ്, ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് എന്ത് ചെയ്യണം, ആദ്യം ഈ മിഡിൽ വരെ കൊണ്ടുവരണം കണ്ടോ. അതിനുശേഷം വീണ്ടും ബാക്കി ഭാഗം മിഡിലിൻ്റെ പിന്നിളക്കിയിട്ട് വീണ്ടും അതുപോലെ ചേർത്ത് പ്ലീറ്റ് ഇട്ട് ഇങ്ങനെ അറ്റം വരെ കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ അങ്ങ് മറിക്കുമ്പോൾ എന്താ, നമ്മുടെ പ്ലം ടോപ്പിൻ്റെ സ്റ്റൈലായി കഴിഞ്ഞല്ലേ. ഇനി രണ്ട് ഭാഗം അതുപോലെ ഫ്രണ്ടും ബാക്കും എന്താ, ബാക്കും അതുപോലെ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിതിൻ്റെ ബാക്കും ഫ്രണ്ടും എന്ത് ചെയ്തു, പ്ലീറ്റ് എല്ലാം എടുത്തിട്ട് വന്നു അല്ലേ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഷേപ്പ് അടിച്ചു കൊടുക്കാം അല്ലേ. അപ്പം ഞാൻ കൈക്ക് ഒരു 5.5 ഇഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ തയ്യൽ തുമ്പായിട്ട് ഇവിടെ 1.5 ഇഞ്ചാണ് ആദ്യം എടുത്തത്. നമ്മൾ 2 ഇഞ്ചാണ് നമ്മൾ വെച്ചത് അല്ലേ. അപ്പം ഞാൻ 2 ഇഞ്ച് ആദ്യം അടയാളപ്പെടുത്തില്ല, 1.5 ഇഞ്ചിൽ ആദ്യം അടയാളപ്പെടുത്തി നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കുക. അതുപോലെ ഷേപ്പിൻ്റെ ഭാഗത്ത് 1.5 ഇഞ്ചിലാണ് ഞാനിവിടെ അടയാളപ്പെടുത്തി താഴോട്ട് ഇങ്ങനെ സൈഡ് ഇങ്ങനെ എന്ത് ചെയ്യണം, ഇങ്ങനെ അടിക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ ആദ്യമേ നമ്മൾ 2 ഇഞ്ച് അടിച്ച് കൊടുക്കണ്ട, ആദ്യം 1 ഇഞ്ച് അടിച്ച് കൊടുത്ത ശേഷം പിന്നെ നമുക്ക് എന്താണ് 1/2 ഇഞ്ചും കൂടെ ഇങ്ങനെ സൈഡിൽ കൂടെ അടിച്ചെടുത്താൽ മതി കേട്ടോ. ആദ്യമേ നമ്മൾ 2 ഇഞ്ചിൽ തന്നെ അടിച്ച് വയ്ക്കരുത്. അങ്ങനെ ഈ 2 വശം അടിച്ചെടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇനി ലാസ്റ്റ് ഭാഗം അല്ലേ, ഇതിൻ്റെ അടിഭാഗം ആദ്യം 1/4 ഇഞ്ചിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ മടക്കി ഇത് ഫുള്ള് നമ്മൾ അടിക്കുന്നു. അതിനുശേഷം വേണം നമ്മൾ വീണ്ടും അതിനെ ഒന്നും കൂടെ മടക്കി അടിക്കാൻ. അപ്പോഴെന്തെങ്കിലും ചുളിവ് ഇല്ലാതെ നമുക്കിത് കിട്ടുകയുള്ളൂ. അപ്പം ഞാനത് ചെയ്തിട്ട് ഇതിൻ്റെ ഫുൾ പറഞ്ഞ സ്റ്റിച്ചിങ് കഴിഞ്ഞ് നിങ്ങളെ കാണിക്കാമേ. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിത് ഫുൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞു. ലാസ്റ്റ് എന്താ അടിഭാഗം എല്ലാം കറക്റ്റായിട്ടുണ്ടോ കിട്ടി. അങ്ങനെ നമ്മുടെ ക്രോപ്പ് ടോപ്പ് ഇവിടെ റെഡിയായി ഉണ്ടോ, സിപ്പൊക്കെ വെച്ച്. അപ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പെട്ടെന്ന് ഇടാൻ ഊരൊക്കെ ചെയ്യാൻ എളുപ്പമുണ്ട് അല്ലേ. അപ്പം നിങ്ങൾ ഇതുപോലെ നിങ്ങൾ മക്കൾക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കില്ലേ. അപ്പോൾ ഇനി അടുത്തത് ഇതിൻ്റെ പലാസോ പാൻ്റാണ് അല്ലേ. അതും കൂടെ ചെയ്യുമ്പോഴാണ് ഇത് ജോഡിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇടാൻ പറ്റുന്നത്. അതും കൂടെ ചെയ്തിട്ട് ഇത് ഇടുന്ന വീഡിയോ ഞങ്ങൾ ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യാൻ മറക്കരുതേ കേട്ടോ. നല്ലൊരു ക്രോപ്പ് ടോപ്പ് അല്ലേ. അപ്പം നിങ്ങളിത് ചെയ്യണം, ചെയ്തൊക്കെ പഠിക്കണം, നല്ല മിടുക്കികളൊക്കെ ആവണം. അപ്പം നമുക്കിനി അടുത്ത പലാസോ പാൻ്റ് അല്ലേ അതിൻ്റെ കട്ടിങ്ങുമായിട്ട് കാണാം. അതുവരേക്കും ബായ്.